ബൈജൂസ് ഗ്രൂപ്പിനെതിരെ ഖത്തർ ഭരണകൂടം രംഗത്തെത്തിയിരിക്കുകയാണ്. ബൈജൂസിന്റെ ഉടമയായ ബൈജു രവീന്ദ്രന്റെ സ്വത്തുക്കൾ വിൽക്കുന്നതോ പണയപ്പെടുത്തുന്നതോ കൈമാറ്റം ചെയ്യുന്നതോ തടയണമെന്നാണ് ഖത്തറിന്റെ ആവശ്യം. ഇത് സംബന്ധിച്ച് ഖത്തറിന്റെ സോവറിൻ വെൽത്ത് ഫണ്ട് അധികൃതർ കർണാടക ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപകാരികൾ ഒരാളായ ഖത്തർ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി ബൈജൂസ് ഗ്രൂപ്പ് ഉൾപ്പെടെ നിക്ഷേപം നടത്തിയിരുന്നു. ബൈജു രവീന്ദ്രനെയും കൂട്ടാളികളെയും അവരുടെ ഏതെങ്കിലും സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിനോ വിൽക്കുന്നതിനോ കൈമാറ്റം ചെയ്യുന്നതിനോ തടയണമെന്നാണ് കർണാടക ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലുള്ളത്. 1996 ആർബിട്രേഷൻ ആൻഡ് കൗൺസിലിയേഷൻ ആക്ട് സെക്ഷൻ 9 പ്രകാരം ഇളവ് തേടി രവീന്ദ്രന്റെ $235.19 മില്യൺ വരെ വിലമതിക്കുന്ന സ്വകാര്യ സ്വത്തിന്മേൽ അവകാശവാദം ഉന്നയിക്കാൻ ചെയ്യാൻ QIA നിയമിച്ചതായും റിപ്പോർട്ടുണ്ട്. 2019 2022 ബൈജൂസിൽ ഖത്തർ നിക്ഷേപം നടത്തിയിരുന്നു. 2022 ഒക്ടോബറിൽ ഖത്തർ ഉൾപ്പെടെയുള്ള നിലവിലെ നിക്ഷേപകരിൽ നിന്ന് $250 മില്യൺ നിക്ഷേപം നേടിയതായി ബൈജൂസ് തന്നെ വ്യക്തമാക്കിയിരുന്നു. കമ്പനിയുടെ മൂല്യം $22 ബില്യൺ ആയിരുന്നപ്പോൾ ബൈജൂസിന്റെ അവസാന ഫണ്ടിംഗ് റൗണ്ടിൽ വീണ്ടും നിക്ഷേപിക്കാൻ ഈ ലോണാണ് ഉപയോഗിച്ചത്. 2019 ജൂലൈയിലും ബൈജൂസിൽ QIA $150 മില്യൺ നിക്ഷേപം നടത്തിയിരുന്നു. ബൈജു രവീന്ദ്രന്റെ സ്വകാര്യ സ്വത്തുക്കളുടെ വിവരവും ഖത്തർ നേടിയിട്ടുണ്ട്. ബൈജു രവീന്ദ്രനും അദ്ദേഹത്തിന്റെ കുടുംബവും നിയന്ത്രിക്കുന്ന സിംഗപ്പൂർ ആസ്ഥാനമായ കമ്പനിയുടെ ഇൻവെസ്റ്റ്മെന്റും ഈ കേസിലെ പ്രതികളിൽ ഉൾപ്പെടുന്നുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം. ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് കമ്പനികളിലെ ഏറ്റവും പ്രമുഖരായ ബൈജൂസിന്റെ വളർച്ചയും തകർച്ചയും അതിവേഗത്തിൽ തന്നെയായിരുന്നു. കഴിഞ്ഞ മാസം കമ്പനിയുടെ പ്രമുഖ അസറ്റ് മാനേജ് കമ്പനിയായ ബ്ലാക്ക് റോക്ക് 0-ലേക്ക് താഴ്ത്തി. ഏകദേശം $2200 കോടി അഥവാ 1.8 ലക്ഷം കോടി രൂപയുടെ മൂല്യമുണ്ടായിരുന്ന കമ്പനിയാണ് ഈ നിലയിലേക്ക് കൂപ്പുകുത്തിയത് എന്നതാണ് മറ്റൊരു കാര്യം. പ്രമുഖ സ്ഥാപനമായ HSBC ബൈജൂസിന്റെ മൂല്യം 0-ലേക്ക് താഴ്ത്തിയതിന് പിന്നാലെയാണ് ബ്ലാക്ക് റോക്കിന്റെയും നടപടിയുണ്ടായത്. കഴിഞ്ഞ ഒക്ടോബറിൽ ബൈജൂസിന്റെ മൂല്യം ഏതാണ്ട് 10,000 കോടി ബ്ലാക്ക് റോക്ക് വെട്ടിക്കുറച്ചിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ബൈജൂസിന്റെ മൂല്യം കുറച്ചത്. ലോകം മുഴുവൻ അത്ഭുതത്തോടെ നോക്കി നിന്ന വളർച്ചയായിരുന്നു മലയാളിയായ ബൈജു രവീന്ദ്രന്റെ സ്റ്റാർട്ടപ്പ് സംരംഭം ബൈജൂസ് ലേണിംഗ് ആപ്പിൻ്റേത്. എന്നാൽ വളർച്ചയേക്കാൾ വേഗത്തിലായിരുന്നു ബൈജൂസിന്റെ തകർച്ചയും. ലയണൽ മെസ്സി മുതൽ സക്കർബർഗ് വരെ ഭാഗമായ സ്ഥാപനത്തിന് ഇപ്പോൾ EDയുടെ ലുക്കൌട്ട് നോട്ടീസ് വരെ ലഭിക്കുമ്പോൾ തെറ്റായ തീരുമാനങ്ങളാണ് സ്ഥാപനത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായി വിലയിരുത്തുന്നത്. ലയണൽ മെസ്സിയും ഷാരൂഖ് ഖാനും മോഹൻലാലും ബ്രാൻഡ് അംബാസിഡർമാരായ ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുതൽ ഫിഫ വേൾഡ് കപ്പ് വരെ സ്പോൺസർ ചെയ്തൊരു മലയാളി. ഹാൻവാർഡ് സ്കൂൾ ഓഫ് ബിസിനസ് എഡ്യൂക്കേഷൻ പഠന വിഷയമാക്കിയ ബിസിനസ് ഐഡിയ ഇതൊക്കെയായിരുന്നു കുറച്ചു നാൾ മുമ്പ് വരെ ബൈജൂസ് ആപ്പിൻ്റേത്. എന്നാൽ ഇന്ന് നിത്യചിലവുകൾക്ക് പോലും പണമില്ലാത്ത നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. $22 ബില്യൺ ആസ്തിയുണ്ടായിരുന്ന കമ്പനി $3 ബില്യൺ കൂപ്പുകുത്തിയതാണ് അവസാനമായിരുന്നത്. അതായത് 85% നഷ്ടം ഇപ്പോൾ മൊത്തത്തിൽ ഇല്ലാതായിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഖത്തറും കൂട്ടുപിടിക്കുന്നത്.